മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറം പരാമർശം PR സൃഷ്ടിയാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടതോടെ ഉയരുന്നത് കൂടുതൽ ചോദ്യങ്ങൾ. കേസൻ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക PR ടീമാണോ? ഇവർക്ക് പ്രതിഫലം നൽകുന്നത് ആര്? എന്നിവ ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിയും സർക്കാരും ഇനി മറുപടി പറയേണ്ടി വരും. ലോകത്താകമാനം 80ഓളം മാർക്കറ്റുകളിൽ ഇടപെടുന്ന 17 വർഷം പ്രവർത്തന പരിചയമുള്ള പാൻ ഇന്ത്യൻ PR ഏജൻസി. അതാണ് ഡൽഹിയിലും ബാംഗ്ലൂരിലും ഹൈദരാബാദിലും മുംബൈയിലുമായി പ്രവർത്തിക്കുന്ന കേസൻ ഗ്ലോബൽ എന്ന ഏജൻസി. വിനീത് ഹാൻഡെ CEO ആയ കേസൻ PR സർവീസിന്റെ പ്രസിഡന്റ് മലയാളിയായ നിഖിൽ പവിത്രൻ. എന്നാൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖ സമയത്ത് വിനീത് ഹാൻഡെക്കൊപ്പമുണ്ടായിരുന്നത് നിഖിൽ പവിത്രനല്ല, അത് സുബ്ബു എന്ന് വിളിപ്പേരുള്ള സുബ്രഹ്മണ്യനാണ്. ഹരിപ്പാട് മുൻ MLA TK ദേവകുമാറിന്റെ മകൻ. അഭിമുഖം ഏർപ്പാട് ചെയ്തത് സുബ്രഹ്മണ്യനാണെന്ന് പറയുമ്പോഴും ഇയാൾ കേസണിന്റെ ഭാഗമല്ലെന്നാണ് വിശദീകരണം. ഇതോടെയാണ് പ്രധാന ചോദ്യങ്ങൾ ഉയരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ PR വർക്കുകൾ ചെയ്യുന്നത് കേസൻ ഗ്രൂപ്പാണോ? ആണെങ്കിൽ പ്രതിഫലം നൽകുന്നത് ആര്? മുൻ MLAയുടെ മകൻ വഴി PR ഏജൻസിയെയും പിന്നെ ദ ഹിന്ദുവിനെയും അഭിമുഖത്തിനായി മുഖ്യമന്ത്രി സമീപിച്ചത് എന്തിന്? അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറയാത്ത മലപ്പുറം പരാമർശം PR ഏജൻസി എഴുതിക്കൊടുത്തത് എന്തിന്? ഈ നിമിഷം വരെ ഹിന്ദുവിനെയും PR ഏജൻസിയെയോ തള്ളിപ്പറയാൻ മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിന്റെ ഓഫീസോ തയ്യാറാകാത്തത് എന്തുകൊണ്ട്? സാങ്കേതികമായി ഈ ചോദ്യങ്ങൾക്കപ്പുറം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രാഷ്ട്രീയമായി ഉത്തരം പറയേണ്ട ചില ചോദ്യങ്ങളുണ്ട്. മലപ്പുറത്തെയും അതുവഴി ഒരു പ്രത്യേക മതവിഭാഗത്തെയും സംശയനിഴലിൽ നിർത്തുന്ന സംഘപരിവാർ രാഷ്ട്രീയ അജണ്ട ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടേതായി എങ്ങനെ വന്നു? ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തോടെ ഭൂരിപക്ഷ സമുദായം കൈയൊഴിയുന്നു എന്ന തിരിച്ചറിവിൽ ചില പ്രീണനങ്ങൾക്ക് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ചോദ്യങ്ങൾ നിരവധിയാണ്. ഉത്തരം പറയാൻ മുഖ്യമന്ത്രി എന്ന് മാധ്യമങ്ങളെ കാണുമെന്നാണ് ഇനി അറിയേണ്ടത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.